കാത്തിരുന്ന ഡേയല്ലേ, കാലമേറെ ആയില്ലേ. ഇത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ മാത്രല്ല, ഞങ്ങളെല്ലാവരും. അങ്ങനെ ഞങ്ങൾ 6 മാസമായിട്ട് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന ആ ട്രിപ്പ് ഫൈനലി ദാറ്റ്സ് ഹാപ്പനിങ് ടുഡേ. നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ ഡിസ്നിയുടെ ഫാൻസ് അല്ലേ, എന്നാലും ഡിസ്നിയുടെ ക്രൂസിൽ കയറുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ പറഞ്ഞു വന്നത് ഡിസ്നി ക്രൂയിസ് ലൈനിലെ ഡിസ്നി വണ്ടർ എന്ന് പറഞ്ഞ ക്രൂയിസ് ഷിപ്പിലായിരിക്കും ഇനി ഞങ്ങളുടെ 2 രാത്രികൾ. ഓക്ലൻഡിൽ നിന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ സ്വന്തം ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം മുന്നേ എത്തി. കപ്പൽ ഇങ്ങോട്ടേക്ക് വരാത്തോണ്ട് ഞങ്ങളൊരു ഊബർ വിളിച്ച് അങ്ങോട്ടേക്ക് പോയി. 4:30 കപ്പൽ ഓക്ലൻഡ് പോർട്ടിൽ നിന്ന് പോണത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 3 മണിയായി. അമ്പോ, അങ്ങനെ നമ്മുടെ ഷിപ്പിന്റെ ഫസ്റ്റ് സൈറ്റ്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയില്ലേ, അതിതാണ് മക്കളെ. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സ്റ്റാഫ് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ നമ്മുടെ റൂം നമ്പർ മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം ഈസി പീസി. ആക്ച്വലി ഡിസ്നി ക്രൂസിന്റെ ആപ്പിൽ 1 മാസം മുന്നേ തന്നെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാമായിരുന്നു. നമ്മൾ കാത്തിരുന്ന് അവസാന നിമിഷമായപ്പോഴേക്കും ചെക്ക് ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം തീർന്നു. അങ്ങനെ ആദ്യമേ തന്നെ ചെക്കിനൊക്കെ ചെയ്ത് രാവിലെ തന്നെ ഷിപ്പിൽ കയറിയവർ ഓൾറെഡി തന്നെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. ഇതൊന്നും കറക്റ്റായിട്ട് ആദ്യമേ ആരും പറഞ്ഞു തന്നില്ല ഗൈസ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നുകൊണ്ട് അടുത്ത വർഷം ബുക്ക് ചെയ്യണവർക്ക് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഷിപ്പിൽ കയറി ഫുഡൊക്കെ കഴിച്ച് പൂളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കൂടുതൽ ടൈം കിട്ടും. ഇത് നടന്നിട്ട് എത്തള്ളല്ല പിന്നെ. ഇതാണെങ്കിൽ നമ്മുടെ കുരുത്തം കെട്ട പിള്ളേരെ പിടിച്ചിട്ട് കിട്ടണമില്ല. 2024 വാസ് സോ ബിസി, വർക്കിലും വീട്ടിലും. സോ ഇതൊരു മസ്റ്റ് നീഡഡ് ട്രിപ്പായിരുന്നു. ഇനി 2 ദിവസം തലേന്ന് എല്ലാ തിരക്കൊക്കെ മാറ്റി വെച്ചൊന്ന് അടിച്ച് പൊളിയണം. അങ്ങനെ ഫൈനലി നമ്മൾ ഷിപ്പിന്റെ അകത്തെത്തി. ഒരു കൊട്ടാരത്തിൽ കയറിയ പോലെയുണ്ട്. നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ എന്തുട്ടി കാണണേ, ഇത് 2 ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നുള്ളത് മൊത്തം കണ്ടു കഴിയുമെന്ന്. ഡിസ്നി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ട്രിപ്പാണ്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് എല്ലാവർക്കും ഒരുപോലെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട്. അകത്ത് കയറിയിട്ട് എങ്ങോട്ട് പോകണം എന്നറിയാണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടന്നു. ഈ ട്രിപ്പിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കസ്റ്റമർ സർവീസ്. ദാറ്റ് വാസ് എക്സലൻറ്റ്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, അതെന്താണെന്ന് ഞാൻ അവസാനം പറയാം. ഷിപ്പിലെ സ്റ്റാഫൊക്കെ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫ്രണ്ട്ലി. അതായത് ഒരു 2000 പീപ്പിൾ ഉണ്ട് ഈ ഷിപ്പിൽ. സ്റ്റിൽ വി ഫീൽ ലൈക്ക് വി ആർ ഗെറ്റിംഗ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. അത്രയും കെയറായിരുന്നു. ആരും ഒട്ടും റഷില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇത് കണ്ടില്ലേ. ഒരാൾ ഞങ്ങൾ വഴിതെറ്റി പോയപ്പോൾ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്യാൻ ഞങ്ങളെ പോവാം. 5th ഡെക്കിലായിരുന്നു ഞങ്ങളുടെ റൂം, 504. ഞങ്ങൾ ബുക്ക് ചെയ്തത് ഒരു സ്റ്റേറ്റ് ഓഷ്യൻ റൂമാണ്. അതായത് റൂമിൽ നിന്ന് കടൽ കാണണം, അത്രേ ഉള്ളൂ. കിടക്കാനല്ലാണ്ട് റൂമിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നണില്ല. നമ്മുടെ ടൈറ്റാനിക്കിലെ ജാക്കും റോസും ഓടി നടന്ന കൊറിഡോർ പോലില്ലേ ഗൈസ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ക്രൂയിസ് ട്രിപ്പാണ്, അതുകൊണ്ട് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, അതൊന്ന് ക്ഷമിച്ചേക്കണം. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റൂം കണ്ടുപിടിച്ചു. റൂമിൽ ചെന്നപ്പോൾ കറക്റ്റ് നമ്മുടെ ബാഗ് ഫ്രണ്ടിൽ റെഡി. അങ്ങനെ ഒരു പൗച്ചിലാക്കി 4 പേർക്കുള്ള കാർഡ് ഡോറിൻ്റെ മുന്നിൽ റെഡിയായിരുന്നു. അതായത് 4 പേർക്കും 4 കാർഡ് യൂസ് ചെയ്ത് ഡോറ് എപ്പോൾ വേണമെങ്കിലും തുറക്കാം. അപ്പോൾ വെൽക്കം ടു അവർ റൂം. റൂം ഞങ്ങൾക്ക് ഇഷ്ടമായി. ഒരു 4 പേരൊക്കെ ഉള്ളൊരു ഫാമിലിക്ക് കറക്റ്റ്. പിള്ളേർക്ക് കിടക്കാനാണെങ്കിൽ സെപ്പറേറ്റ് ബങ്ക് ബെഡും ഉണ്ട്. അത് രാത്രി വന്ന് അവർ സെറ്റാക്കി തരും. ചിന്നു പ്രഗ്നൻറ്റും കൂടെ ആയതുകൊണ്ട് സീ സിക്നെസ് ഉണ്ടാവുമോ എന്നൊരു പേടി ഞങ്ങൾക്കില്ലാതില്ല. പക്ഷെ ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇപ്പോഴും ഷിപ്പ് ബോട്ടിൽ തന്നെയാണ്, വിടാൻ ടൈമായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കർട്ടനൊക്കെ മാറ്റി പുറത്തെ ഭംഗിയൊക്കെ ഒന്ന് നോക്കി. ഇത്രയും കണ്ടാ മതി കണ്ടില്ലേ. ഇതൊക്കെ ഒരു ഫോട്ടോ എടുത്തേക്കാടി. നീ വന്നിട്ട് ഇവിടെ കാർട്ടൂൺ കാണാൻ വന്നേ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഡോർ ആക്സസ് ചെയ്യാനുള്ള കാർഡ്. നമ്മുടെ 4 പേർക്കും ഓരോന്ന് വെച്ച് കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ടോ എന്ത് സാധനം ഡെലിവറി ടൈം
എന്തായാലും എന്റെ പേരിലൂടെ ഒരു പാർട്ടി വരെ ഉണ്ട്. ഇതിപ്പോ എവിടെ ചെന്നാലും നമ്മുടെ പേരിൽ പാർട്ടിയും ആഘോഷവും ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ടോയ്ലറ്റും ബാത്റൂമും സെപ്പറേറ്റ് ആയിരുന്നു. അതെന്തായാലും കൺവീനിയന്റ് ആയി. പിന്നെ നല്ല വൃത്തിയും ടബും ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ കൊള്ളാം. ഹലോ, റാംജി റാവു സ്പീക്കിംഗ്. വന്നപാടെ ഫോണൊക്കെ എടുത്ത് നമ്മുടെ റൂം സർവീസിന് വിളിക്കുന്നുണ്ട്. റൂം സർവീസിന് വിളിച്ച് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം, എല്ലാം ഫ്രീ ആണ്, ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ചിന്നു പറഞ്ഞത്. ആ കണ്ടറിയാം. അപ്പോഴേക്കും അനൗൺസ്മെന്റ് വന്നു, നമ്മുടെ സേഫ്റ്റി ഡ്രില്ലിന് ടൈമായി. അതായത് ഷിപ്പ് പോർട്ടിൽ നിന്ന് പോണതിന് മുന്നേ എല്ലാവരും അതാത് സ്പോട്ടിൽ വന്ന് നിന്ന് സേഫ്റ്റി ഡ്രില്ല് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത് നിന്ന സ്ഥലത്ത് പോയി നിന്നു. എനിക്കറിയാൻ പാടില്ല കപ്പൽ മുങ്ങാൻ പോണ നേരത്തെ ഇതേപോലെയൊക്കെ കറക്റ്റ് സ്പോട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമെന്ന്. ദേ നമ്മുടെ രാമനാഥനെ തല്ലിയവൻ, ഇവിടെ ചെന്നാലും മലയാളി. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെയും കിട്ടി ഒരു മലയാളി ഫ്രണ്ട്. ഇവരൊക്കെ ബുദ്ധിപരമായി ആദ്യമേ തന്നെ ചെക്ക് ഇൻ ചെയ്ത് രാവിലെ തന്നെ കപ്പലിൽ കയറിയവരാ. അതുകൊണ്ട് തന്നെ ഇവർ മോളിൽ പോയി സംഭവങ്ങളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടാണ് വന്ന് നിൽക്കണേ. ഈ കലാപരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റാവാൻ, നല്ല എനർജി വരുള്ളൂ. നമ്മൾ ചാടി നിൽക്കണം. നമ്മുടെ ഡിസ്നി ആപ്പിൽ കറക്റ്റായിട്ട് ഓരോ ടൈമിലുള്ള പ്രോഗ്രാംസ്, ഏതൊക്കെ ഡെക്കിലാണ് എന്തൊക്കെയാണ് പ്രോഗ്രാംസ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലായിടത്തും പ്രോഗ്രാംസാണ്, ഇഷ്ടംപോലെ പരിപാടികളുണ്ട്. അതുകൊണ്ട് ഒന്നും മിസ്സാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ 9th ഡെക്കിലെത്തി. ഇതാണ് മെയിൻ ഹാപ്പനിങ് പ്ലേസ്. എല്ലാ പരിപാടികളും മെയിൻ പരിപാടികൾ ഒക്കെ ഇവിടെ ആയിരിക്കും. അങ്ങനെ ട്രിപ്പിന് വന്ന എല്ലാവരും ഇവിടെ കൂടിയുണ്ട്. ഒരു ഇനോഗ്രൽ പരിപാടി പോലെ ഡാൻസും പരിപാടികളൊക്കെയാണ്. ഈശ്വര പ്രാർത്ഥനയില്ല, എന്നാലും ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. ചിന്നു ഗ്യാപ്പിൽ പോയി ഞങ്ങൾക്കുള്ള പിസ്സ എടുത്തോണ്ട് വന്നു. അതാകുമ്പോൾ പരിപാടിയും കാണാം, ഫുഡിങ്ങും നടക്കും. അങ്ങനെ നമ്മുടെ ഡിസ്നി ക്യാരക്ടേഴ്സൊക്കെ വന്ന് ഒരു അടിപൊളി ഡാൻസ്. മിക്കിയും ഡൊണാൾഡൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ ഹീറോസ് അല്ലേ. അതുകൊണ്ട് അഡൂസിനും അല്ലൂസിനും വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ സൂപ്പർ ഹീറോസിനെയും വെയിറ്റ് ചെയ്തിരിക്കുക. വെതർ എന്തായാലും ഇന്ന് നമ്മളെ ചതിച്ചില്ല. നല്ല സണ്ണിയുടെ, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നിന്ന് ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുമോ? ഹേയ് അങ്ങനെ നമ്മുടെ ഐസ്ക്രീം എത്തി. ഫുഡ് മിക്കതും ഇവിടെ അൺലിമിറ്റഡ് ആണ്. പിസ്സയും ഐസ്ക്രീമും അയ്യോ തിന്നൊരു പരുവമാവും. ലിക്കർ ഐറ്റംസ് പിന്നെ വൈൻ ഇതിനൊക്കെ എക്സ്ട്രാ കാശ് കൊടുക്കണം. പക്ഷെ അതൊന്നും ഞങ്ങളുടെ ലിസ്റ്റിൽ പെടാത്ത ഐറ്റംസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചിക്കൻ ഷവർമയും ഒരു ലാം ഷവർമയും കൂടെ അടിച്ചിട്ടാവാം എന്ന് വിചാരിച്ചു. ഡിന്നർ കഴിക്കാൻ ഒരു സ്പെഷ്യൽ സ്ലോട്ട് എല്ലാവർക്കും സെപ്പറേറ്റ് ബുക്കിംഗ് ചെയ്തപ്പോൾ തന്നെ റെഡിയായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ 5:15 ഞങ്ങളുടെ സ്ലോട്ട് കിട്ടിയത്. കഴിച്ച ഷവർമ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്തതുകൊണ്ടും ഇത്ര നേരത്തെ ഡിന്നർ കഴിച്ച ശീലമില്ലാത്തതുകൊണ്ടും ഡിന്നർ ടൈം മാറ്റാൻ പറ്റുമെന്ന് അറിയാനുള്ള പോക്കാണിത്. അങ്ങനെ സക്സസ്ഫുള്ളി 5:15 എന്നുള്ളത് നമ്മൾ മാറ്റി 8:15 ആക്കിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ, കസ്റ്റമർ സർവീസ് ഒരു രക്ഷയില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അതെങ്ങനെയെങ്കിലൊക്കെ അവർ നടത്തി തരും. അങ്ങനെ പയ്യെ നമ്മുടെ ഷിപ്പ് അനങ്ങി തുടങ്ങി. ഇനി നമുക്ക് ഡിന്നറിനപ്പം ഇനി 3 മണിക്കൂർ കൂടെ ഉണ്ട്. ആ ഗ്യാപ്പിൽ നമുക്ക് പൂളിലൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ. നേരെ ഞങ്ങൾ റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഷിപ്പ് പയ്യെ മൂവ് ചെയ്യേണ്ടതൊക്കെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇത്രയും വെള്ളം കണ്ടപ്പോൾ ചിന്നു പറയാണ്, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞല്ലേ നീന്തൽ പഠിക്കാൻ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീന്തി രക്ഷപ്പെട്ടൂടെയെന്ന്. നീന്തൽ അറിഞ്ഞാൽ പോലും ഈ വെള്ളത്തിൽ നീന്തി രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. El Dorado. There, look there, L421. Did you see? Yes, I found L421. Yeah, that ship. Yes. Okay. അങ്ങനെ ഞങ്ങളെല്ലാവരും പൂളിൽ ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി റൂമൊക്കെ പൂട്ടി 9th ഡെക്ക് ലക്ഷ്യമാക്കി നടന്നു. ഇത്ര ആൾക്കാരുള്ളതുകൊണ്ടായിരിക്കും ലിഫ്റ്റ് വരാൻ എപ്പോഴും കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ആവതുള്ളവരൊക്കെ സ്റ്റെപ്പ് പിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. കുറേ പേരൊക്കെ ഡിന്നർ കഴിക്കാൻ പോയി തോന്നുന്നു. അതുകൊണ്ട് നല്ല കറക്റ്റ് ടൈം, പൂളിൽ ഒട്ടും തിരക്കില്ല. എന്താണെന്നറിയാൻ പാടില്ല, ഈ വഴിയൊക്കെ പോകുമ്പോൾ ഐസ്ക്രീം എടുത്തില്ലെങ്കിൽ ചെറിയൊരു വിഷമം. അങ്ങനെ എല്ലാവരും വീണ്ടും ഒരു ഐസ്ക്രീമൊക്കെ അടിച്ച് ഏത് പൂളിൽ ഇറങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു. 2-3 പൂളുണ്ടേ, അതുകൊണ്ട് ബെസ്റ്റിൽ തന്നെ ഇറങ്ങണം നമ്മൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രൂസിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു വണ്ടർ തന്നെയാണ്. ഇതൊന്ന് മൊത്തം നടന്നു തരുമ്പോഴേക്കും ഒരു ദിവസം കഴിയും. കറക്റ്റായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അങ്ങനെ പൂളിൽ ഇറങ്ങുന്നതിന് മുന്നേ കറക്റ്റ് നമ്മുടെ പിള്ളേരുടെ സൈസിലുള്ള ലൈഫ് ജാക്കറ്റൊക്കെ എടുത്ത് അവരെ സെറ്റാക്കി. ചിന്നിപ്പോൾ പൂളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് രണ്ടിനെയും ഞാൻ തന്നെ ഒറ്റയ്ക്ക് നോക്കണം. ചെറുപ്പത്തിൽ എന്നെ ഒന്ന് നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ അപ്പൻ എന്നെ കരിയാമ്പറമ്പ് പുഴയെ കൊണ്ടിട്ടു. അതോടെ വെള്ളം തന്നെയായിട്ടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ പയ്യെ വെള്ളത്തിലേക്ക് ഇറങ്ങി. ആഹാ, അത്യാവശ്യം നല്ല ചൂടുണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. കരയിൽ നിന്നിട്ടുള്ള വാചകടി മാത്രമേ ഉള്ളൂ. വെള്ളത്തിലിറങ്ങിയപ്പോൾ രണ്ടാളും എൻ്റെ ഒക്കത്ത് കയറിയിരുന്നു. പിന്നെ പയ്യെ പയ്യെ അവരും സെറ്റായി, കൈയൊക്കെ വിട്ട് വെള്ളത്തിൽ കളി തുടങ്ങി. ചെറുപ്പത്തിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യമൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്ത മൊമെൻറ്റ്സോ അല്ലെങ്കിൽ നല്ല ഹാപ്പി മൊമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടാവുള്ളൂ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രിയേറ്റിംഗ് മെമ്മറീസ്. എനിക്ക് ഷുവറാണ് വലുതായാലും അഡൂസും അല്ലൂസും ഈ ട്രിപ്പ് മറക്കാൻ വഴിയില്ല. അങ്ങനെ നമ്മുടെ 2024 കഴിയാറായി, ഒരു മാസം കൂടി ഉള്ളൂ. അങ്ങനെ ഈ വർഷത്തേക്ക് ഓർത്തിരിക്കാൻ ഒരു അടിപൊളി മെമ്മറി കൂടിയായി ഞങ്ങൾക്ക്. ചെറുപ്പം തൊട്ടേ ലൈഫിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു മാസമാണ് ഡിസംബർ. അതായത് ഇപ്പോൾ സ്കൂളിലായിരിക്കുന്ന ടൈമിൽ സ്കൂൾ ഹോളിഡേയ്സും ക്രിസ്മസും പരിപാടികളും കരോളും അങ്ങനെ കുറേ മെമ്മറീസ്. അപ്പോൾ ഈ ട്രിപ്പിനും ചൂസ് ചെയ്ത മന്തും അടിപൊളിയായി, ഡിസംബർ തന്നെ. കുറച്ച് നേരം കൂടെ പൂളിൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം നമ്മൾ പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്തില്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മിസ്സാവും. അതുകൊണ്ട് ഇവിടത്തെ നീരാട്ടമൊക്കെ ഞങ്ങൾ അവസാനിപ്പിച്ച് പയ്യെ പൂളിന്ന് കയറി. പൂളിന്ന് കയറിയപ്പോൾ ഞങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വേഗം ടവലൊക്കെ എടുത്ത് തോർത്തി ഞങ്ങൾ റൂമിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ പൂളി പോയ ഗ്യാപ്പിൽ വീണ്ടും അവർ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് മറ്റേ ടവലൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. കാണാൻ നല്ല രസമല്ലേ. പിന്നെ മിഠായും മ്യൂസിക് വിത്ത് ബോഡി ഷോ. അങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കടലും നോക്കി ഒരു കാപ്പിയൊക്കെ കുടിക്കാൻ എന്താ രസം. ആഹാ, അങ്ങനെ നമ്മുടെ ഡിന്നറിന് വീണ്ടും ടൈമായി. ഇന്ന് ഞങ്ങൾക്ക് ഡിന്നർ അനിമേറ്റേഴ്സ് പ്ലേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി നേരെ അങ്ങോട്ടേക്ക് പോയി. പോണ വഴി അവിടെ കണ്ട ചേട്ടനെ പിടിച്ച് ബെബ് വിടാനും പഠിപ്പിച്ച് നമ്മുടെ ചെക്കൻ. ഷിപ്പിൽ വന്നിട്ട് നമ്മുടെ ഡെക്കിൽ നിന്ന് പ്രോപ്പറായിട്ട് കടൽ കാണാണ്ട് പോയാൽ പിന്നെ എങ്ങനെയാ? അതിനിഞ്ഞ് വേറെ ടൈം കണ്ടെത്തണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണ വഴി നേരെ ഡബിൾ ഡോറൊക്കെ തുറന്ന് കടൽ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. അമ്പോ, അതൊരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. അത് നേരിട്ട് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. രസം, നല്ല സൺലൈറ്റ്, നല്ല സൺസെറ്റിൻ്റെ ടൈമായിരുന്നു. അപ്പം ലൈറ്റിങ്ങും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഇടയ്ക്ക് ഇതുപോലെ നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഇതേപോലെ ഏതെങ്കിലും ദൂരേക്ക് ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ വീണ്ടും റിഫ്രഷ് ആവും. അപ്പോൾ വീണ്ടും മൊത്തം ലൈഫിനെ ഫേസ് ചെയ്യാനുള്ള എനർജിയും എല്ലാം കിട്ടും. നെക്സ്റ്റ് ടൈം ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെയൊക്കെ വന്നിരുന്ന് കടലൊക്കെ കണ്ട് ഒരു നല്ല ഒരു ബുക്കൊക്കെ വായിച്ച് നല്ലോണം എൻജോയ് ചെയ്യാം. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ വീണ്ടും ഡിന്നർ കഴിക്കാൻ പുറപ്പെട്ടു. പോണ വഴി നമ്മുടെ മിഡ്ഷിപ്പ്, അതായത് അവിടെയാണ് നമ്മുടെ മെയിൻ ക്രിസ്മസ് ട്രീയും ഡെക്കറേഷൻസും പിന്നെ കുറേ ഡിസ്നി ക്യാരക്ടേഴ്സൊക്കെ വരും. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഡിസ്നി ആപ്പിൽ കറക്റ്റ് ടൈം കാണിക്കും. സ്പൈഡർമാനും നമ്മുടെ മിക്കി മൗസും ഇവരൊക്കെ ഏത് ഡെക്കിൽ എപ്പോൾ പ്രത്യക്ഷരാവും. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് അവരുടെ കൂടെ ഫോട്ടോസ് എടുക്കാം. പറഞ്ഞു തരുന്നില്ല, അതേ മിക്കി മൗസ് നമ്മളെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ആളുടെ കൂടെ 2 ഫോട്ടോ ഒക്കെ എടുത്ത് ആളെ ഹാപ്പി ആക്കി വീണ്ടും ഞങ്ങൾ ഡിന്നർ കഴിക്കുന്ന സ്ഥലത്തെത്തി. അനിമേറ്റേഴ്സ് പലേറ്റ്, അവിടെയാണ് ഇന്നത്തെ ഡിന്നർ. ഓൾറെഡി നമുക്കൊരു ടേബിൾ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ അവിടെ പോയി സെറ്റായി. ഓൾറെഡി ടേബിളിൽ എല്ലാവർക്കും വരയ്ക്കാൻ വേണ്ടി കുറേ ഷീറ്റൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂമിൽ ചുറ്റും ഫുൾ ഡിസ്പ്ലേസ് ആണ്. അപ്പം നമ്മൾ ഈ വരയ്ക്കണ പടങ്ങളൊക്കെ ലാസ്റ്റ് അവർ കുറേ അനിമേഷൻ ചെയ്തിട്ട് ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മളെ കൊണ്ട് വരപ്പിക്കുന്നത്. സ്ക്രീനിൽ വരുമ്പോ വിധി എഴുതട്ടെ. ജന്മനെ വരയ്ക്കാനുള്ള സിദ്ധി ഉള്ളതുകൊണ്ട് എൻ്റെ പരിപാടി ടപ്പേന്ന് കഴിഞ്ഞു. ഇവരവിടെ ഇരുന്ന് കഷ്ടപ്പെടാണ്, എന്ത് ചെയ്യാൻ പറ്റും? റെയിൽവേ ട്രാക്കോ? ബിരാലേക്ക് ഇത് മത്സരത്തിൽ പങ്കെടുക്കണ പോലെ ഉണ്ട്. എല്ലാരും കട്ടയ്ക്ക് വരയ്ക്ക.
അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മെനു കാർഡ് എത്തി. ഇനി വേണം നമ്മുടെ മെയിൻ പരിപാടി, ഫുഡ് ചൂസ് ചെയ്യണ്ടേ. ഫുഡെല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മളിനി വേറെ അഡീഷണൽ കോസ്റ്റ് ഒന്നുമില്ല, നമ്മൾ വേറെ ഒന്നും പേ ചെയ്യണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിഷ് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യാം, എത്ര പ്രാവശ്യം വേണേലും കഴിക്കാം, ഫുൾ അൺലിമിറ്റഡ്. ഇതപ്പോ അത് കഴിച്ചേക്ക് വിശപ്പില്ലാതെ നമ്മൾ എങ്ങനെ കഴിച്ചാൽ ഇതൊക്കെ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇതിൽ ഫുഡ് മാത്രം കഴിച്ച് കൊടുത്ത കാശ് നമുക്ക് മുതലാകാം. ഇതിപ്പോൾ പൊട്ടൻ്റെയിൽ പൂമാല കിട്ടി വല്ല മെനു കാർഡ് കണ്ടിട്ട് ഒരു ഡിഷും മനസ്സിലാവുള്ളല്ലോ. ഇത് വരുമ്പോൾ കുക്ക് ചെയ്തതാണോ കുക്ക് ചെയ്യാത്തതാണാവോ? രണ്ടും കൽപ്പിച്ച് കുറേ സാധനങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മദ്യം കഴിക്കാത്തതുകൊണ്ട് അതിന് പകരം കുറച്ച് ജ്യൂസ് വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ആപ്പിൾ ജ്യൂസാണ് കേട്ടോ. കുടിക്കണുണ്ടാ വിചാരിക്കും വല്ല ബിയറാണ്. I'll be back later, but right now, we invite you to sit back and relax as the dining room proudly presents your dinner. And it's our time at Grace. It's delicious. Don't believe it. And let's get breakfast. അല്ല അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നതാണ് എന്ന് പറഞ്ഞ പോലെ കറക്റ്റ് മ്യൂസിക് കയറുന്നപ്പോൾ ഫുഡും ഡെലിവറി ചെയ്ത് തുടങ്ങിയില്ലേ. ഇത്ര ആൾക്കാരുണ്ടായിട്ട് അതൊക്കെ നല്ല കൂളായിട്ട് അവർ മാനേജ് ചെയ്തു. നമ്മുടെ അടുത്ത് തന്നെ നമ്മളെ സർവ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരാൾക്കാരുണ്ട്. ഫുഡൊക്കെ ടപ്പ് ചെയ്യുന്നു. ഒന്ന് തീരുമ്പോൾ അടുത്തത് തീരുമ്പോൾ അടുത്തത്. പറഞ്ഞ പോലെ സാൽമൺ കുക്കൊന്നും ചെയ്തിട്ടില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല, സാൽമൺ അല്ലേ. എല്ലാ ഐറ്റംസും നമുക്ക് മാറി മാറി ട്രൈ ചെയ്യാനുള്ളതല്ലേ. അതുകൊണ്ട് എല്ലാ ഡിഷും മൊത്തം കഴിച്ച് തീർക്കാണ്ട് കുറേശ്ശെ അങ്ങനെ എല്ലാവരും മാറി മാറി ടേസ്റ്റ് ചെയ്തു. ഇനി അടുത്ത ഫുഡ് പോരട്ടെ. ഡെയിലി ഇതുപോലെ ആരെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് ഇതേപോലെ ഡിഫറെൻറ്റ് ഫുഡുകളൊക്കെ കൊണ്ടുവന്നെങ്കിൽ ലൈഫ് എന്തൊരു അടിപൊളിയായിരുന്നേനെ. ഫുഡെല്ലാം ഒന്നിനൊന്ന് മെച്ചം. ടേസ്റ്റ് അടിപൊളി, പ്രസൻറ്റേഷൻ അടിപൊളി, മൊത്തത്തിൽ സൂപ്പറായിരുന്നു. അങ്ങനെ മെയിൻ കോഴ്സായിട്ട് ഞാൻ ബീഫും, അഡൂസ് പോർക്കും, അല്ലൂസ് കിഡ്സ് മീലും, ചിന്നു ചിക്കണും. എന്താല്ലേ വെറൈറ്റി. പ്രത്യേകിച്ച് മസാലയോ എരും പുളിയൊന്നുമില്ല, എന്നാലും നമ്മുടെ സോസും കൂട്ടിയൊക്കെ പിടിച്ചാൽ കൊള്ളാം. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിയാറായപ്പോഴേക്കും നമ്മൾ ആദ്യം വരച്ച ഐറ്റംസ് ഇല്ലേ, അത് നമ്മുടെ സ്ക്രീനിൽ ഓടിക്കളിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ വരച്ച ഐറ്റം എവിടെയെന്ന് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കുമ്പോൾ ഇടയിൽ ഇടയ്ക്കൊക്കെ കാണാട്ടാ. അങ്ങനെ അവസാനം ഇത്രയും പേര് വരച്ചതിൽ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്തവരുടെ ആ ഓർഡറിൽ ഏറ്റവും അടിപൊളിയായിട്ട് വരച്ചവരുടെ പേര് ഏറ്റവും മുകളിൽ ആ ഓർഡറിൽ സ്ക്രീനിൽ പ്രസന്റ് ചെയ്ത് തുടങ്ങി. എനിക്ക് ഉറപ്പാർന്ന് എൻ്റെ പേരായിരിക്കും ആദ്യം. പക്ഷേ ചിന്നു ഞെട്ടറും. എന്തിനാ ഞെട്ടറ, ഇത് അറിഞ്ഞൂടെ. അങ്ങനെ ഫസ്റ്റ് കിട്ടിയ എൻ്റെ പേരിൽ അവരെനിക്കൊരു സ്പെഷ്യൽ ചോക്ലേറ്റ് ഷേക്ക് ഒക്കെ കൊണ്ടുവന്നു. ഞാനായതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്തു. അയ്യോ, ഇത്രയും ഫുഡ് കഴിച്ച് കുറച്ച് ഐസ്ക്രീം കൂടെ കഴിക്കാനുള്ള ഗ്യാപ്പ് വിടേണ്ടതായിരുന്നു. എന്തായാലും നമ്മൾ വരച്ച പടമൊക്കെ അവരൊരു സീലൊക്കെ ഒട്ടിച്ച് തിരിച്ചു തന്നിട്ടുണ്ട്. എന്തിനാണാവോ, ഷോക്കേസിൽ വയ്ക്കാം.
അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. പരിപാടി മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ആംബിയൻസും നല്ലോണം എൻജോയ് ചെയ്തു. അങ്ങനെ അവിടുത്തെ ഫുഡിങ്ങും ഡെസേർട്ടും എല്ലാം കഴിഞ്ഞ് അവസാനം റൂമിൽ പോയി. എൻ്റെ അമ്മേ തല പൊന്തിക്കാൻ പറ്റില്ല, ഇനി ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോണ വഴി ദേ നമ്മുടെ ക്രിസ്മസ് ഡേ ഒക്കെ അവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കണു. അതിൻ്റെ മുന്നിലാണെങ്കിൽ ആരുമില്ല. അപ്പോൾ കറക്റ്റ് ടൈം നമ്മൾ നേരെ പോയി ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ്. റൂമിലെത്തിയിട്ട് നേരെ പിള്ളേരെ ടബിലിട്ടൊന്ന് കുളിപ്പിച്ചെടുത്തു. എല്ലാവരും കുളിക്കുന്ന സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയതാണല്ലോ. പിന്നെ അവരെ കുളിപ്പിച്ച് സെറ്റാക്കി നേരെ ബെഡിൽ കയറ്റി കിടത്തി. ഇപ്പം നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഉറങ്ങാൻ പോണെന്ന് വിചാരിച്ചാ നിങ്ങൾക്ക് തെറ്റി. ഡിന്നറും കഴിഞ്ഞ് ഡെക്ക് നൈനിൽ നിന്ന് മറ്റേ ഷവർമയും പിസയും ഒക്കെ കഴിഞ്ഞിട്ടും ഞങ്ങളുടെ കലി അടങ്ങിയില്ല. വീണ്ടും ഫോൺ എടുത്ത് വിളിച്ചു റൂം സർവീസിനെ. ടെൻഡേഴ്സ് ഇപ്പൊ കഴിക്കാൻ പോണേ. ഇങ്ങനെ തീരുമ്പോൾ ഫുഡ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഷോ ഇതറിഞ്ഞെങ്കിൽ അയൽവക്കത്തു നിന്ന് ഒരു വയറും കടമെടുത്ത് വന്നതായിരുന്നു. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് പ്രാന്താന്ന്. വെറും പ്രാന്തല്ല, തീറ്റ പ്രാന്ത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പം ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.